ഹേ ഗൈസ്, ജെൻസി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്നത് ഭയങ്കര സ്മാർട്ട്, ടെക് സാവി, എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു വൈബാണല്ലേ. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു ഹോട്ട് ടോപ്പിക് കേട്ടാൽ ഒന്ന് പതറും. മില്ലേനിയൽസിനേക്കാൾ ബുദ്ധി കുറവാണ് ജെൻസിക്ക് എന്ന് ഒരു അമേരിക്കൻ ന്യൂറോ സയന്റിസ്റ്റ് അവകാശപ്പെടുകയാണ്. സംഗതി സീരിയസ് ആണ് കേട്ടോ. മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്രേ പുതിയ തലമുറയ്ക്ക് തൊട്ടു മുൻപുള്ളവരെക്കാൾ IQ കുറയുന്നത്. നമ്മുടെ ഈ 24x7 hours സ്ക്രീൻ ടൈം തന്നെയാണ് വില്ലൻ എന്നാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത്. എപ്പോഴും മൊബൈലിലും സോഷ്യൽ മീഡിയയിലും ഒട്ടിയിരിക്കുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ശരിക്കുള്ള പവർ കുറയ്ക്കുന്നുണ്ട് അത്രേ. ഈ റെഡിമെയ്ഡ് നോളജ് നമ്മുടെ ലോജിക്കൽ തിങ്കിനെയും പ്രോബ്ലം സോൾവിംഗ് സ്കില്ലിനെയും സാരമായി ബാധിക്കുന്നുണ്ടെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഫുൾ ടൈം ഡിജിറ്റൽ വേൾഡിലാണല്ലോ. എന്തിനും ഏതിനും അല്ലെങ്കിൽ ഗൂഗിൾ. പണ്ട് ആളുകൾ തല പുകഞ്ഞ് ആലോചിച്ചിരുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഒരു ക്ലിക്കിൽ സോൾവ് ചെയ്യുകയാണ്. ഇത് കാരണം നമ്മുടെ ബ്രെയിനിന്റെ ശരിക്കുള്ള പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് തുരുമ്പെടുത്തു പോകുന്നുണ്ടെന്നാണ് ന്യൂറോ സയന്റിസ്റ്റുകൾ പറയുന്നത്. മനക്കണക്ക് കൂട്ടാൻ പോലും ഇപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ വേണമെന്നത്രേ. ഇതാണ് ആ ബുദ്ധി കുറയുന്നു എന്ന് പറയുന്നതിന്റെ ഒരു മെയിൻ റീസൺ. പിന്നെ നമ്മുടെ ആ 8 സെക്കൻഡ് അറ്റൻഷൻ സ്പാൻ. ഒരു ഗോൾഡ് ഫിഷിന് പോലും നമ്മളെക്കാൾ ഫോക്കസ് ഉണ്ട് അത്രേ. റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമുക്ക് ഒന്നിനും ക്ഷമയില്ലാത്ത അവസ്ഥ. ഒരു കാര്യത്തിൽ 10 മിനിറ്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നത് നമുക്കിപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത ടാസ്ക് ആണ്. ഇതിന്റെ കൂടെ ഈ സോഷ്യൽ മീഡിയ കമ്പാരിസൺ കൂടി വരുമ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഫുൾ സീനാവും. മറ്റുള്ളവരുടെ ലൈഫ് കണ്ട് നമ്മുടെ ലൈഫുമായി കമ്പയർ ചെയ്യുന്നത് മറ്റൊരു ടോക്സിക് വൈബാണ്. മാത്രമല്ല, മറ്റുള്ളവരുടെ ഫിൽറ്റർ ഇട്ട ലൈഫ് കണ്ട് എനിക്ക് മാത്രം എന്താടാ ഇങ്ങനെ എന്ന് ആലോചിച്ച് നമ്മൾ സെൽഫ് ടോക്സിക്കും ആവുന്നുണ്ട്. ഫേസ് ടു ഫേസ് സംസാരിക്കുന്നതിനേക്കാൾ ടെക്സ്റ്റ് അയക്കാൻ ഇഷ്ടപ്പെടുന്നതും റിയൽ വേൾഡിലെ പ്രശ്നങ്ങൾ നേരിടാൻ പേടിക്കുന്നതും ഒക്കെ ഈ സ്ക്രീൻ അഡിക്ഷന്റെ ഭാഗമാണെന്നാണ് എക്സ്പെർട്ടുകൾ പറയുന്നത്. സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ സ്മാർട്ട് ആണ് ഗൈസ്. ഇപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ അനലോഗ് ലൈഫ് സ്റ്റൈൽ ട്രെൻഡായി വരുന്നുണ്ട്. സ്മാർട്ട് ഫോൺ തട്ടി ദൂരെയിട്ട് പഴയ കീപാഡ് ഫോണും എടുത്ത റിയൽ ആയി സംസാരിക്കാനും പ്രകൃതിയെ കാണാനും നമ്മൾ ഇറങ്ങുന്നുമുണ്ട്. ടെക്നോളജി ഉപയോഗിക്കാം, പക്ഷെ അത് നമ്മുടെ ബുദ്ധിയെ വിഴുങ്ങാൻ ഒരിക്കലും സമ്മതിക്കരുത്. ടെക്നോളജി നമ്മളെ ഭരിക്കണോ അതോ നമ്മൾ ടെക്നോളജി ഭരിക്കണോ എന്നതാണ് പോയിന്റ്. അപ്പൊ ഗൈസ്, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മൾ ശരിക്കും ഡംബ് ആവുകയാണോ അതോ ഇതൊക്കെ വെറും നമ്മളെ പേടിപ്പിക്കാൻ പറയുന്നതാണോ എന്ന് താഴെ കമന്റ് ചെയ്യുക.